പൂഞ്ഞാറിലെ സിംഹാണ്. എല്ലാരും കൂടെ ഒതുക്കിയോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഒതുക്കാറില്ല. പൂച്ചയാക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? പൂച്ചയാക്കാൻ ആരും ശ്രമിക്കാതിരിക്കുക നല്ലത്. എന്റെ ഭാര്യയെടുത്ത് ഞാൻ പൂച്ചയാണ്. പറയാൻ മാത്രമൊന്നുമില്ല. രണ്ടുപേരും രണ്ട് ദുരൂഹത്തിലുള്ള ആൾക്കാരാണ്. അച്ഛനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? നല്ല ലൗബിളാണ്. എങ്ങനെ? കുട്ടി എന്ത് കുട്ടി? ഭാര്യയും ഭർത്താവിന്റെ ലവബിൾ എങ്ങനെ ഇപ്പൊ നാട്ടുകാരോട് വിളിച്ചു പറയണം? ഈ വീട്ടിലെ ഹോം മിനിസ്റ്റർ ഞാൻ അമ്മ ഭാര്യ എന്ന് പറയാൻ എത്ര ബുദ്ധിമുട്ട് കണ്ടോ. പുള്ളി പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ് പപ്പ. സഹകരണ വകുപ്പ് മന്ത്രി ഇവിടെ എനിക്കൊരു സ്ഥാനവും ഇല്ലെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. എനിക്കത് പോസ്റ്റ് ഇഷ്ടമാണ്. അതെനിക്ക് തരാനും ഇഷ്ടമാണ്. പിന്നെ പറയാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നി. ഉമ്മക്കുട്ടൻ ഉമ്മ കൊടുത്തില്ലെങ്കിൽ പിണങ്ങി എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തോട്ട് ഇങ്ങനെയാണ് പോകാൻ പാടില്ല. ഒരു ദിവസം ഉമ്മ വരാതെ പോവാണെങ്കിൽ കംപ്ലീറ്റ് ദിവസം പിണങ്ങി. അച്ഛന്റെ ഇഷ്ടപ്പെട്ട തഗ്? എനിക്ക് ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി തെറി പറയുന്നത് എനിക്ക് ശരിക്കും. പക്ഷെ പപ്പ അങ്ങനെ സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരാളുടെ ക്യാരക്ടറിനെ നമ്മൾ മാറ്റുമ്പോഴേ അതൊരു സുഖം ഉണ്ടാവില്ലല്ലോ. റെസൊല്യൂഷൻ ആണ് മാത്തൻ ഒരു പെണ്ണിനെ ആലോചിക്കുക. അതാണ് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഈ ചേട്ടന് പറയാൻ എന്തോ ഉണ്ട്. ഇല്ല, എന്നാ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടോ? കോൺസെപ്റ്റ് ഒന്നുമില്ല. മൂത്ത മോനെ എന്തായാലും ഇവര് കല്യാണം ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. പാറു ചേച്ചിയുടെയും ഉഷ ചേച്ചിയുടെയും കോംബോ വീട്ടിൽ എങ്ങനാ? രണ്ടുപേരും രണ്ട് ദുരൂഹത്തിലുള്ള ആൾക്കാരാണ്. ഉഷ ഇങ്ങനെ വീടെന്ന് മാത്രമാണ്. അതോടൊപ്പം അവിടെ കടയും, അവിടെ ഒരു ജൗളിക്കട, തയ്യൽക്കട എല്ലാം കൂടെ. പാറു അങ്ങനെ, പാറു പ്രൊഫഷണൽ ഇൻട്രസ്റ്റഡ് ആണ്. വക്കീൽ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ മറ്റു കാര്യങ്ങളൊന്നും കൂടുതൽ അങ്ങനെ ഇൻട്രസ്റ്റ് എടുക്കാറില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നു. സമാധാനപരമായ അന്തരീക്ഷമാണ്. നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് ആ റാപ്പിഡ് ഫയറിന്റെ ബാക്കിയിലേക്ക് പോവാം. അതായത് ഇത് പൂഞ്ഞാർ ക്യാബിനറ്റ് അങ്ങ് സങ്കല്പിക്കുക. അപ്പോ ഈ വീട്ടിലെ ഓരോ മന്ത്രിമാർ ആരായിരിക്കും എന്ന് പറയണം. ഈ വീട്ടിലെ ഹോം മിനിസ്റ്റർ ആരായിരിക്കും? ഈ വീട്ടിലെ ഹോം മിനിസ്റ്റർ ഞാൻ തന്നെയാണ്. എല്ലാം ഞാൻ തന്നെയാണ്. അഭിപ്രായമുണ്ടോ? ഡിക്റ്റേറ്ററാ. ശരി, നിങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചെടുത്തി ആരാണ് ഈ വീട്ടിലെ ഹോം മിനിസ്റ്റർ? ഹോം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ഭാര്യ എന്ന് പറയാൻ എത്ര ബുദ്ധിമുട്ട് കണ്ടോ. ഹോം മിനിസ്റ്റർ പദവി ഭാര്യയ്ക്ക് കൊടുത്താൽ എന്താ പ്രശ്നം? അടിപൊളി. ഭാര്യയല്ല, ഭാര്യ ഹോം മിനിസ്റ്റർ ചെയ്യുന്നില്ല. ഭാര്യയെ പോലും വീട്ടിലെ ഹോം മിനിസ്റ്റർ പോലും ആക്കൂല. ആക്കില്ല. പിന്നെ ഭാര്യക്ക് എന്ത് മന്ത്രിസ്ഥാനം കൊടുക്കാം? ഭാര്യക്ക് എന്ത് മന്ത്രിസ്ഥാനം? ഭക്ഷ്യവകുപ്പ് മന്ത്രി ആയിരിക്കും ഉദ്ദേശിച്ചത്. ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് എന്റെ ഭാര്യക്ക് കൊടുക്കും. എന്റെ മോനെ യാതൊരു സംശയവും എന്റെ ഭാര്യക്ക് ഒരു ഭക്ഷ്യവകുപ്പ് ഉണ്ടാവും. ധനകാര്യമന്ത്രി? ധനകാര്യമാണെങ്കിൽ അത് ഷോണ കൊടുക്കാം. ആരോഗ്യ വകുപ്പ് മാത്രം നോക്കിക്കോട്ടെ. ആരോഗ്യ വകുപ്പ് മന്ത്രി. സഹകരണ വകുപ്പ് മന്ത്രി? സഹകരണ വകുപ്പ് മന്ത്രി ഇവിടെ കേരളത്തിലെ ഒരു സ്ഥാനവും ഇല്ലെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഞാൻ ആ ഉത്തരം അതിലേക്ക് എത്തും എന്ന് വിചാരിച്ചിട്ടാ. യാതൊരുവിധ സഹകരണം ഇല്ലാതെ പാറുവിന്റെ സഹകരണത്തോടെ ഈ വീട് പോയിട്ടുണ്ടോ? അപ്പൊ പിന്നെ സഹകരണ വകുപ്പ് മന്ത്രി സ്ഥാനം പാറുവിന് കൊടുത്തൂടെ? ഓക്കെ, ഡിഫൻസ് മന്ത്രി? അതായിരിക്കും ആ സ്ഥാനം എനിക്ക് നല്ലതായിരിക്കും. ഞാൻ എല്ലാത്തിനും വളരെ ഡിഫെൻസീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കത് പോസ്റ്റ് ഇഷ്ടമാണ്. അതെനിക്ക് തരാനും ഇഷ്ടമാണ്. പിന്നെ പറയാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ഉഷ ചേച്ചിക്ക് ഇന്നലെ ഹോം മിനിസ്റ്റർ സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ. ഇല്ല, ഭക്ഷ്യവകുപ്പ് മന്ത്രി. അതൊന്നും മാറില്ല. പപ്പയ്ക്ക് ഒരു അബദ്ധം പറ്റിയാൽ ആദ്യം ഓടിയേക്ക് തിരുത്തുന്ന ആളാണ്. അബദ്ധം പറ്റിയാലൊന്നും അങ്ങനെ പുള്ളി പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ് പപ്പ. അത് ആരുടെ ഇതനുസരിച്ച് പുള്ളിയുടെ മൈൻഡ് സെറ്റ് ഒന്നും മാറ്റില്ല. പുള്ളി പറയുന്നത് കറക്റ്റ് ആണ്. വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കും. അബദ്ധം പറ്റിയാൽ തന്നെ പുള്ളി ആരുടെ അടുത്തും അങ്ങനെ പോയി ചെന്ന ഒരു അബദ്ധം ഒരു മെന്ററോ അഡ്വൈസറോ ഒന്നും പുള്ളി അദ്ദേഹത്തിനില്ല. പൂഞ്ഞാറിലെ സിംഹാണ്. വിളിക്കുന്നത് കുറച്ച് പേര്, അത്രേ ഉള്ളൂ. അതിലൊന്നും കാര്യമില്ല. എന്നാലും പൂച്ചയാക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടില്? പൂച്ചയാക്കാൻ ആരും ശ്രമിക്കാതിരിക്കുക നല്ലത്. എന്റെ ഭാര്യയെടുത്ത് ഞാൻ പൂച്ചയാകും. ആവാറുണ്ട്. കൊച്ചുമക്കളെടുത്ത് ആകാറുണ്ട്. പപ്പയോട് നേരിട്ട് ഒരു കാര്യം പറയാൻ ധൈര്യമുള്ള ആളാരാണ്? ഞാൻ പറയാറുണ്ട്. സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂളാണ്, ഡാഡി കൂളാണ്. എല്ലാത്തിനും ഫ്രീഡം ഉണ്ട്, എല്ലാം പറയാം. ഈ പപ്പയുടെ വിവാദ പ്രസംഗങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ തലയിൽ കൈവച്ചിട്ടുള്ളത് ആരാണ്? അമ്മ ഏറ്റവും കൂടുതൽ ടെൻഷൻ. ഞാൻ പിന്നെയും മാത്രം പിന്നെയും ചെലവ്. ഞാൻ പിന്നെയും പപ്പ പറഞ്ഞ ഉള്ളത് കറക്റ്റ് തന്നെയാ. പക്ഷെ സംസാരിക്കുന്ന രീതി, ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ കുറച്ച് ഇതായിരിക്കും. പക്ഷെ അവസാനം അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു.
പക്ഷെ എനിക്ക് പക്ഷെ പപ്പ അങ്ങനെ സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് ഒതുങ്ങി പോകുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട്. നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെ നമ്മൾ മാറ്റുമ്പോഴേ അതൊരു സുഖം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ കുറച്ച് ഒതുങ്ങി പോയോ എന്നൊരു സംശയം. എല്ലാരും കൂടെ ഒതുക്കിയോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഒതുക്കാറില്ല. എല്ലാരും ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത പപ്പ അല്ല സംസാരിക്കണം, സൂക്ഷിക്കണം സൂക്ഷിക്കണം. അത് ഇച്ചിരി ഒതുങ്ങിയോ സംശയം കറക്റ്റ് എന്താണെന്നറിയോ? നേരത്തെ എന്റെ സ്വാതന്ത്ര്യം ഞാൻ എന്റെ പാർട്ടി കൊണ്ട് നടക്കുക. അപ്പൊ ആരെയും ഞാൻ പറഞ്ഞ ഫൈനില്ല, എന്നെ ചോദ്യം ചെയ്യാനില്ല, എനിക്ക് അവിടെ ഉപദേശം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനൊരു പാർട്ടിയുടെ വക്താവാണ്, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവാണ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവാണ്. അപ്പോൾ എൻ്റെ സൗകര്യം പോലെ ഞാൻ പറയുന്നത് ആ പാർട്ടിയെ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഞാൻ പറയാം. അത് തന്നെയല്ല, ആ പാർട്ടിക്ക് കുഴപ്പം വരുന്ന ഒരു കാര്യം പറയാൻ പാടില്ല എന്നാണ് ശരി, അതനുസരിച്ചുള്ള പോക്കാണ്. അതുകൊണ്ട് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പല കാര്യങ്ങളും പ്രതികരിക്കാതിരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. മലയാളത്തിന്റെ മഹാനടന്റെ മോളാണ്. അപ്പം ക്രിസ്മസ് കാലം എന്ന് പറയുന്നത് എത്ര തിരക്കിൽ, പ്രത്യേകിച്ച് ജഗദീഷ് ശ്രീകുമാർ ചേച്ചിയായിട്ടുള്ള ഒരു കോംബോ, പണ്ടത്തെ വീഡിയോസ് ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. അച്ഛൻ മകളുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത്, ആ വാത്സല്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് കാലം ഉണ്ടോ ജഗദീഷ് ചേട്ടനുമായിട്ടുള്ള? നമ്മുടെയൊക്കെ കൊച്ചിലത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത്, ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിലും ഓണം ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ആഘോഷമാണ് ആ സമയത്ത്. ഇതുപോലെ തന്നെ രാഷ്ട്രീയത്തിലാണെന്നേ ഉള്ളൂ, അത് സിനിമയാണെന്നേ ഉള്ളൂ, തിരക്ക് മാറ്റി വെച്ച് ആ ഒരു ദിവസം ഓടി വരിക എന്നുള്ളത് അത് പപ്പ എപ്പോഴും പാലിക്കാറുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പപ്പ ഉണ്ടായിരുന്നപ്പം ഇയർലി ഒരു വേൾഡ് ടൂറോ അങ്ങനെ പുറത്തൊക്കെ നമ്മൾ ഒരു ടൂറ് ഒക്കെ പോകാറുണ്ടായിരുന്നു. സമയം സ്പെൻഡ് ചെയ്യാൻ, കൂടുതലും ഫാമിലി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ടൈം കണ്ടെത്തുന്ന ഒരാളായിരുന്നു. കൊച്ചുമോളായിട്ടൊക്കെ എങ്ങനെയാ? ഇപ്പൊ മക്കള്, എനിക്ക് എന്റെ ബ്രദറിന് 2 പിള്ളേരാ, എനിക്ക് 2 പേരാ. ഇപ്പൊ ഇവരൊക്കെ ഒന്ന് വലുതായി വന്നപ്പോ പറഞ്ഞ പോലെ അവരുടെ ഒരു ഗോൾഡൻ ടൈം ഒന്ന് കുറഞ്ഞു എന്ന് വരാല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ മിസ്സിംഗ് ഉണ്ട്. അവിടുത്തെ ഗ്രാൻഡ് ഫാദറിനെ പല കാര്യത്തിലും മിസ്സിംഗ് ഉണ്ട് ഇവർക്ക്. ജഗദീഷ് ചേട്ടനുമായിട്ടുള്ള ഒരു ഓർമ്മ? ഞാൻ അങ്ങനെയായിട്ട് വളരെയേറെ അടുപ്പമായിരുന്നു നേരത്തെ. എനിക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ അറിയും, പേഴ്സണലായി വളരെ ഇഷ്ടമായിരുന്നു. ഞാനങ്ങനെ സിനിമാക്കാർ ആരുമായിട്ടും പല ബന്ധത്തിന് പോകാറില്ല. എനിക്ക് ഇതേപാട് എങ്ങനെയോ വളരെ അടുപ്പം. പ്രത്യേകിച്ച് എറണാകുളത്ത് അരിസ്റ്റോ ഹോട്ടലിൽ നിന്ന് താമസിച്ചു. പുള്ളി അവിടുത്തെ നിത്യ സന്ദർശനം, അങ്ങനെ അവിടെ വെച്ചാൽ കൂടുതൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പോകുന്ന സമയത്താണ് അപകടം ഉണ്ടായത്. അപകടം സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും. ആ അപകടം ഉണ്ടായതുകൊണ്ട് ജഗതി കാരണം ആ റോഡ് നന്നായി. അതാ രസം. ഞാൻ അന്നേരം അവിടെ ചെന്നിരുന്നു. അവിടെ അപകടം ഉണ്ടാകാതിരിക്കുന്ന എങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചു. അത്ര മോശമായ സംവിധാനത്തിലാണ് റോഡ് നീങ്ങുന്നത്. സത്യത്തിൽ ഇതുപോലൊരു മഹാനടന് അവിടെ വെച്ചിങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് പറഞ്ഞാൽ അല്ലാതെ അത് അതീവ ദുഃഖകർ എന്നല്ലാതെ എന്താ പറയുക. ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പോഴും കണ്ടിന്യൂ ഇപ്പോഴും ഫിസിയോതെറപ്പി ഉണ്ട്. വർത്താനം പറയാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവും. പക്ഷെ നമ്മൾ പറയുന്നത് എല്ലാം മനസ്സിലാവും. അത് തന്നെയല്ല, പുള്ളി ജാതകത്തിലും പുള്ളി സംസാരിക്കുന്നു പറയുന്നുണ്ടെന്നാണ് ചില ആളുകൾ പറയുന്നത്. അത് അന്ധവിശ്വാസമാകാം, നല്ലതാവാം. ആ അന്ധവിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം നന്നാകട്ടെ, അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായും. നമുക്കിനി കുറച്ച് ചില വൈറൽ ക്ലിപ്പുകൾ കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും ലൈവ് റിയാക്ഷൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്താണോ ഇത്? അരവനെ തിരുമേനിമാരെ തിരുവസ്ത്രം ഇട്ടോണ്ട് റോഡിൽ ഇറങ്ങി സമരത്തിലാ. ഭരണക്കാർക്കും പ്രതിപക്ഷക്കാർക്കും ഇരിക്കാൻ മേല. അപ്പോഴാ പട്ടാപ്പകൽ ഒരു വൈദികന്റെ മുതുകത്തോട് താൻ കുതിര കയറുന്നത്. എന്താ താൻ ഈ കാണിക്കുന്നത്? ഇവൻ വൈദികനൊന്നും അല്ല സാർ. എന്തൊരു പുകിലാണിത്? ഇവൻ ചത്തുപോയി എന്നും പറഞ്ഞ് സെമിത്തേരി പോയി ശവടക്കം കൂടി അനുശോചനം രേഖപ്പെടുത്തി ഞാൻ പിരിഞ്ഞതാണല്ലോ. പിന്നെ ഇവൻ ഏറ്റു വന്നോ? ആരാണ് മനസ്സിലായത്? അഭിനയിച്ചിട്ടുണ്ട്, കൂടെ വാസവനും ഉണ്ട്. ഏത് സാഹചര്യത്തിലാണ് ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? കേക്കറോടല്ലേ? ആ, കേക്കറോട്. അത് ഇവരെ ഒരു പ്രത്യേക സാഹചര്യം എല്ലാവരും വന്ന് നിർബന്ധിച്ചു. ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ്. അങ്ങനെ അതിനകത്ത് കയറുക. സത്യത്തില് എനിക്ക് ഇപ്പോഴും ദുഃഖമുണ്ടോ അതിനകത്ത്. ഒരു ചെറുപ്പക്കാരൻ അവനതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പം ഞാൻ കാറിൽ ഇങ്ങനെ വരിക. അപ്പം ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയോട് ഒരുത്തൻ ഒരു കലിങ്ങിനോട് വെച്ച് മോശമായിട്ട് പെരുമാറും. അപ്പോൾ വണ്ടി ചവിട്ടി ഞാൻ ഇറങ്ങും. അവരോട് പറയുന്നു, നീ മാറിപ്പോടാം. അവനപ്പോൾ എന്നോട് റൗഡിസം പറയാം, ഉണ്ടായി ശരി. ഇപ്പോഴത്തെ ചെറുപ്പക്കാരങ്ങനെയാണ്, ഒറ്റ അടി കുറ്റു. ഇതാണ് സംഭവം. അപ്പം ഈ പറഞ്ഞ വണ്ടി കൊണ്ട് ചവിട്ടി ഇവിടെ വെച്ച് ഈ കലിങ്ങിനോട് വെച്ചാൽ വണ്ടി എടുത്ത് ഞാൻ അയച്ചെന്ന് വർത്താനം പറഞ്ഞു. അവൻ എന്നോട് ഉണ്ടായിസം പറഞ്ഞു,
കൊടുത്തടി, ഒരെണ്ണം കൊടുത്തു ഞാൻ. അപ്പം ഞാൻ അടിച്ചു പിടിച്ച പതുക്കെ ഇപ്പം എന്നാ മനുഷ്യനല്ലേ, അവന് പാടില്ലല്ലോ ഇത്. അപ്പോൾ അവൻ വീഴുക. അവിടെ ഈ ഡയറക്ടറും അവിടെ സിനിമാക്കാരെല്ലാം കൂടെ അല്ലേ നിൽക്കുന്നത്, ഒരു വകി അടി ശരിയായില്ല. അപ്പോൾ ഈ ചെറുക്കൻ പറഞ്ഞു എനിക്ക് അടി കൊണ്ടതായിട്ട് പോലും തോന്നിയിരുന്നു. അപ്പം ഞാൻ എന്നേലും നീ പറയുന്നത് വലിച്ചടിക്കണമെന്നോ, അവൻ തന്നെ വലിച്ചടിക്കണം. യെസ് ഒറ്റയാണ് കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് ഒറിജിനലായിട്ട് അടി കൊണ്ട് വീടും, അതുകൊണ്ട് അടി കൊടുത്തു. ഈ ഭയങ്കര സങ്കടമായി. അപ്പോൾ അവൻ അതിനകത്ത് സങ്കടമില്ല, അതായിരുന്നു രസം. അപ്പോൾ ഒറിജിനൽ അടിയായിരുന്നു, സന്തോഷം അവൻ പറയും. വാസവനുമായിട്ടൊക്കെ നല്ല സൗഹൃദമാണ്. വാസവന്റെ ഭയങ്കര സൗഹൃദമായിരുന്നു, ഭയങ്കര സൗഹൃദം തന്നെ. വാസവൻ വളരെ താഴേക്കടയിൽ ജീവിക്കുന്ന കാലഘട്ടം മുതൽ സന്തോഷമായിരുന്നു. വാസവനെ ഞാൻ പറയുമ്പോൾ വാസവനെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ്. ഏറ്റവും താഴേക്കട ജീവിച്ച വാസവൻ ഇന്ന് ഉന്നതമായ നിലയിൽ എത്തിയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. പക്ഷെ വാസവൻ സഹകരണ ഫീൽഡ് തകർത്തെന്നൊരു അഭിപ്രായമുണ്ട്. ഏത് സഹകരണ ബാങ്ക് ഇന്ന് എല്ലാം തകർന്നില്ലേ. ഞാൻ വാസവയുടെ പിണങ്ങാൻ കാരണം സഹകരണമാണ്. സഹകരണ ബാങ്ക് കരുവണ്ണൂർ ബാങ്ക് തകർന്നു കഴിഞ്ഞപ്പോൾ വാസവൻ എന്നെ വിളിച്ച് ഒരു 100 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. ഈസ്റ്റ് ബാങ്കിൽ, ഈ കേരളത്തെ ഏറ്റവും വലിയ ബാങ്കാണ്, 2000 കോടി രൂപ ഉണ്ട്, വലിയ ബാങ്കാണ്, നമ്മുടെ ബാങ്കാണ്. ഞാൻ അത് എന്തിനാ വാസവൻ എന്തിനാ ഇതെന്താ ഇത് വാസവൻ എന്ന് ചോദിച്ചു. അപ്പോൾ വാസവൻ കരുവണ്ണൂർ ബാങ്ക് ഇപ്പോൾ CPM പ്രവർത്തകരാണ്, അവരെല്ലാം ഭയങ്കര ഇഷ്യൂ ആണ്, ബാങ്ക് പൊളിഞ്ഞുകൊണ്ട് സഹായിക്കണം. ഞാൻ ഒരു കാരണവശാലും തരികയുള്ളൂ. കാരണം നമ്മുടെ ബാങ്ക് 10-50,000 ഉള്ള പാവങ്ങളെ വാശി മേടിച്ചിട്ടിരിക്കുന്ന 22ഓളം ബ്രാഞ്ച് മറ്റുണ്ട്. ആ മുഴുവൻ ബോർഡ് മെമ്പർമാരും നമ്മളതാണ്, കൊടുക്കാൻ പറ്റും, കൊടുത്തില്ല. അന്ന് മുതൽ വാസവൻ ഞാനൊരു ഇച്ഛാകർച്ചയാണ്. ഇനി ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ച അഭിനയിക്കും? ഈയിടെ അത് എൻ്റെ എന്നറിയും, ഇവിടെ വരുമ്പോൾ ഒന്ന് അഭിനയിക്കാവുന്ന ജോലി വരും, ഒരു ഹോട്ടലിൽ അങ്ങ് അഭിനയിച്ചേക്കും. നമുക്ക് തന്നെ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും എനിക്ക് എല്ലാവരും ആരാണ് എനിക്ക് വിരോധമില്ല. എന്നാൽ ഒരാളെ പറ. ഇങ്ങനെ ഒരാളൊന്നും ഒരാളും ഇല്ല. അപ്പൊ ഓൺ ദി ലൈറ്റ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർവ്യൂ ആണെങ്കിലും പ്രസ് മീറ്റ് കോൺഫറൻസ് ആണെങ്കിലും അഭിനയിക്കാനാണെങ്കിലും അതെ അതെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സർവശക്തനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇവിടുത്തെ മാന്യന്മാരായ പോലീസുകാർ വല്ലവരും ഉണ്ടെങ്കിൽ അവർക്കും നന്മകൾ മാത്രം നടന്നുകൊണ്ട്, തന്തയ്ക്ക് വർക്കാത്തവന്മാരുണ്ടെങ്കിൽ അവന്മാരെ ഇടിവെട്ടിപ്പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഇത് വണ്ണപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ മാറ്റി. വണ്ണപ്പുറത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഭീകരമായി പോലീസ് ഒരു ആളെ ആക്രമിച്ച പ്രതിഷേധം. അതിനുവേണ്ടി ഞാൻ അവിടെ ചെന്നു. എനിക്കത് അരിശമെന്ന് അവിടെ ചെല്ലുന്നത് തന്നെ. വണ്ണപ്പുറത്ത് ടൗണിന് മുമ്പ് തന്നെ ഞാൻ ചെന്നപ്പം ഒരു 100 പോലീസുകാർ അവിടെ നിൽപ്പുണ്ട്. ഇത്രയും വലിയ സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യം തന്നെ. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഈ മീറ്റിംഗ് സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു 100 പോലീസുകാർ. ഇത്രയും പോലീസുകാർ ആവശ്യമുണ്ടോ? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് സംസാരിച്ച് കഴിഞ്ഞപ്പം വർത്തമാനം പറഞ്ഞു. അവിടെ ഒരു പ്രത്യേകം ഉണ്ടായ 16 കൊല്ലം CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആൾ രാജിവെച്ച് BJP ചേർന്നിരിക്കുക. അയാളാണ് സ്വാഗതം പറഞ്ഞു. ആൾ കടുത്ത വാക്കുകളാണ് ഉപയോഗിച്ചത്. കാരണം അവിടെ സാഹചര്യം അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കടുപ്പിച്ച് ഞാനും വർത്തമാനം പറഞ്ഞു. വർത്തമാനം പറഞ്ഞ ഈ പോലീസുകാർ ഇത്രയും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ, കേരളത്തിലെ പോലീസും ഏറ്റവും നല്ല പോലീസല്ലേ. സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനേക്കാൾ അന്വേഷണ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ്. പക്ഷെ അതിനെ മുഴുവൻ തകർത്തിരിക്കുക. നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അടിപ്പെടുത്തിക്കൊണ്ട് റൗഡികളും കൊള്ളക്കാരുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുക. അത് നമ്മുടെ ഭരണത്തിൻ്റെ കുഴപ്പമാണ്. ആ ഭരണത്തിൻ്റെ കുഴപ്പമാണ് ഈ ത്രിതല പഞ്ചായത്ത് കണ്ടത്. അതുകൊണ്ട് അവിടെ വെച്ച് എനിക്ക് കടുപ്പിച്ച് വർത്താനം പറഞ്ഞു. അതായി കാണിച്ചു. ശരി, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഇതിന്റെ വിയോഗം ജോർജിന്റെ അദ്ദേഹത്തെ ഓർക്കാൻ ഒരുപാടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു, നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു, കഴിവും പ്രാപ്തിയുള്ള ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും മോശം അഭിപ്രായമില്ല. അത് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട്. അദ്ദേഹത്തിന്റെ കാരണത്തിൽ ദുഃഖമുണ്ട്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറില്ലേ? എന്തൊരു പൂക്കൃതമാണ്. 100 ജീവനായിട്ട് ഓടി കിടക്കുന്ന എന്നെ മരിച്ചെന്നും പറഞ്ഞു സുധാകരനെ പോലെ ഒരാൾ വിളിച്ചു പറയാറ്. അത് എന്തൊരു രാഷ്ട്രീയമാണ്, എന്ത് തന്തയ്ക്ക് വർക്കാത്ത മനസ്സിലായി. മോശമല്ലേ മേഡം അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പള്ളിക്കകത്തിരിക്കുമ്പോഴേ എൻ്റെ അടുത്ത് ആളെന്ന് പറയുന്നത് ഞാൻ കണ്ടു. എനിക്ക് ചിരി വന്നു. സുധാകരൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. സുധാകരൻ ക്രിസ്മസ് സന്ദേശമാണെങ്കിൽ നമുക്ക് കൊടുക്കാം. സുധാകരന് ഞാൻ തമാശ, സുധാകരനോട് അത്രമാത്രം സ്നേഹവും ഇഷ്ടവും എനിക്കുണ്ട്. ഒരു KPC പ്രസിഡന്റ് എന്ന നിലയിൽ വിജയമായിരുന്നു. അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയ നേതാവാണ് സുധാകരൻ. ഈ സുധാകരന് പേരിന്റെ ഗുണമെന്നുണ്ട്. CPMനകത്ത് സുധാകരൻ മന്ത്രി ഉണ്ടായിരുന്നു.
എത്രയോ മാന്യരായിരുന്നു ഇപ്പം അസുഖമായിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവാണ്. എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമുണ്ട്, സംശയമൊന്നും വേണ്ട. അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയാതിരിക്കുമൊക്കെ മരിച്ചെന്നോർത്ത് പറഞ്ഞു നന്ദി, അതിന് ഒരു നന്ദി പറയേണ്ട ബാധ്യതയുണ്ട്. ഞാനൊരു ഫോട്ടോ കാണിക്കും. ഇതിന് ഉഷ ചേച്ചിയാണ് മറുപടി തരേണ്ട. ഉഷ ചേച്ചിയും പാറുവിനും ആർക്കെങ്കിലും തരാം. മനസ്സിലാവുന്നില്ല. 3 കൊമ്പനാനകൾ. അതെ, രണ്ടുപേരെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. അല്ല ഇത് എവിടെയെന്നറിയോ? അത് ഞാൻ ആനയെ തളയ്ക്കുന്ന പീസയെ തളയ്ക്കുന്നത് ഉഷ ചേച്ചിയല്ലേ? ഈ ആരുടെ അല്ല, ഇപ്പുറത്ത് ഒരാളുടെ ഫോട്ടോ കൂടി ഉണ്ട്. ആരാ ഇത്? ഷോളാണല്ലോ. എല്ലാവർക്കും ഒരു ആനപ്രേമമുണ്ട്. ആനപ്രേമമുണ്ട്. ഭയങ്കരമായിട്ട് ആനപ്രേമം ഇഷ്ടം. ഇവിടെ ഫാമിലിയിൽ തന്നെ ആനയുണ്ട്. ഞാൻ പറയാം. പാനയുടെ സംഭവം എന്ന് വെച്ചാൽ തറവാടാ കാണുന്നത്. ഒരു 5 ഏക്കർ സ്ഥലമാണ്. അവിടെ ഈ ചൂണ്ടപ്പനയാണ് ആനയ്ക്ക് തീറ്റ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ ഭീമൻ എന്ന് പറയുന്നത് ആന വളർത്ത് വാനം പാടി പാലാട്ട് കോമൻ ഈ സിനിമയിൽ അഭിനയിച്ച ആന, ആ ആന ഇവിടെ സ്ഥിരമായിട്ട് ഈ പറമ്പിലാണ് താമസിച്ചിരിക്കുന്നത്. അപ്പോൾ ആനപ്പുറത്ത് കയറി ഞാൻ ഇതിലേ നടക്കുമായിരുന്നു. ഞാൻ കൊച്ചായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. സ്കൂളിൽ പോലും ആനപ്പുറത്ത് കയറി പോയിട്ടുണ്ട് ഞാൻ. അതാ രസം. അങ്ങനെ നല്ല നല്ല ആന ഉണ്ടായിരുന്നു. ഇപ്പോ ഉഷ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞോട്ടെ, ആനയുടെ കാര്യം പറയുമ്പോൾ അവർക്ക് സന്തോഷമായി. അതുകൊണ്ടായിരിക്കും ഞാന് അതാ ഞാൻ പറഞ്ഞത്, ഇതാ ചിന്ത. അതാ പറഞ്ഞ ഭക്ഷ്യവകുപ്പ് സാധനം പപ്പ കൊടുക്കും. വഴക്ക് പറയോ? അതുകൊണ്ട് മോശം എന്ന് പറയും, പറയണ്ടേ. നമ്മുടെ ആന എന്ന് ഇപ്പൊ പറയും പ്ലാത്തോട്ടം കുടുംബക്കാർക്ക് മുഴുവൻ തന്നെ ആനപ്രാന്തുണ്ട്. ഇപ്പം ജോർജ് എന്ന് പറയും കുമളിയിലുള്ള ജോർജിന്റെ അവന് 37 ആനയുണ്ട് ഒരാൾക്ക്. പിന്നെ അവന്റെ ഏട്ടന്മാർക്കെല്ലാം ആനയുണ്ട്. ഇങ്ങനെ ആനപ്രാന്ത് പണ്ട് മുതലുള്ള പ്ലാത്തോട്ടം. ഇയാളെ പറ്റി എന്താ അഭിപ്രായം? അനിൽ നമ്പ്യാരെന്ന് പറഞ്ഞ ഇപ്പം ജനം ടിവിയിലാണ്. എന്റെ അടുത്ത സുഹൃത്ത്. പിന്നെ അങ്ങനെ പിന്നെ എന്റെ അഭിപ്രായം പറയുന്നത് അവളൊരു നല്ല പത്രപ്രവർത്തകൻ. ഞാൻ ഒരു ഫോട്ടോ കൂടി കാണിക്കാം. ഈ 2 സ്ത്രീകൾ എത്തിയതോടെ നിങ്ങളുടെ ആ കുടുംബാന്തരീക്ഷം എങ്ങനെയാണ് മാറിയത്? ഇത് അമ്മുക്കുട്ടിയും പാറും ചാക്കോച്ചനും. അതാ ഞാൻ പറഞ്ഞ ആ 2 പേരുടെ ആദ്യ കുടുംബത്തിൽ എങ്ങനെ ആ ഒരു ഓളം? ഇതല്ലേ ഓളം. ഇതാണ് ഓളം. ഞങ്ങളെല്ലാരും ഒരുമിച്ചല്ലേ ഇവിടെ താമസിക്കുന്നത്. ആരെയും വേറെ വിടുന്നില്ല. എന്നെ കൊടുത്ത് ഞാൻ ചാകുന്നത് അല്ലേ ഇവിടെ ഓളായിട്ട് തന്നെ കാണുന്നത്. മകളല്ലേ ഇങ്ങനെ പൊക്കി പറയിപ്പിക്കല്ലേ സത്യമായിട്ട്. അല്ല ഇടാറുണ്ടോ? ഇടയ്ക്ക് ഞാനും പപ്പയും ഞങ്ങളും പറയാനുള്ള അഭിപ്രായം പറയും, പപ്പ പറയാനുള്ള അഭിപ്രായം. ദേഷ്യപ്പെടും, പിണങ്ങും, മിണ്ടാതിരിക്കും, പിന്നെ കൂട്ടുകൂടും. ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഞങ്ങളുടെ ഇടയിലും ഉണ്ട്. പക്ഷെ ആരും അഭിപ്രായം തുറന്നു പറയാതിരിക്കില്ല കേട്ടോ. പപ്പയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഒന്നിനും ഒരു സീക്രസി ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. ഇഷ്ടമാണോ? അതാ നല്ലത്. തുറന്ന മനസ്സ്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെയും കുറച്ച് സീക്രട്ട് ആയിട്ടൊക്കെ വെക്കുന്ന മമ്മയാ ചില കാര്യങ്ങളത് വിഷമം വരുന്നൊക്കെ പുറത്ത് പറയും. ഞാൻ അങ്ങനെ ഒന്നുമില്ല. വിഷമം വന്നാലും ദേഷ്യം വന്നാലും ഓപ്പൺ ആയിട്ട് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രശ്നം തീർന്നു. പിന്നെ മനസ്സിൽ വെച്ചുള്ള ഒരു പരിപാടിയില്ല. ഇതുവരെയും ഭർത്താവിനോട് പറയാതിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു വിഷമം, ഒരു സന്തോഷം തന്നെ ഒബ്വിയസ്ലി പറയുമല്ലോ. അങ്ങനെ അധികം പറയാറില്ല. അതെന്താ? അല്ല, അങ്ങനെ പറയാതിരുന്ന ഒരു കാര്യം ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ബോധിപ്പിക്കാം. വേണ്ട. ഇപ്പോഴാണെങ്കിൽ നാട്ടുകാരും കേൾക്കും. ഐഡിയ മാറ്റി വെച്ചാൽ മതി. ഈ ചേച്ചി അതിനുള്ള കേസൊന്നുമില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കുഞ്ഞു സൗന്ദര്യം കണക്കും ഇടക്കൊക്കെ ഉണ്ട്, എന്നാലും വലിയ പറയാൻ മാത്രമൊന്നുമില്ല. അച്ഛനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? നല്ല ലൗബിളാണ്. എങ്ങനെ? എന്ത് കുട്ടി ഭാര്യ ഭർത്താവിന്റെ ലവബിൾ എങ്ങനെ നാട്ടുകാരോട് വിളിച്ചു പറയണോ? അതെ പിന്നെ എന്നിട്ട് പറഞ്ഞുതരാം. അയ്യോ, ഈ ചേട്ടന് പറയാൻ എന്തോ ഉണ്ട്. എന്തോ ചോദിക്കാനുണ്ട്. ഒരു കാര്യം, ഷോണിന്റെ ഇളയ ആളാണ്, ഡോക്ടറാണ്. നല്ലൊരു പാവം പിടിച്ച് നല്ല സുന്ദരി കൊച്ചിനെ നോക്കിയിരിക്കുന്നു നമ്മളിങ്ങനെ. അപ്പൊ ഇതാക്കി ഒരു പ്രപ്പോസൽ ആയിട്ട് തന്നെ എടുത്തോട്ടെ. ഞങ്ങളിങ്ങനെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ പെടുത്താം. ഇവനിങ്ങനെ വിഹരിച്ച് കിടക്കുന്നുണ്ട്. എനിക്ക് തീരെ പിടിക്കുന്നില്ല. പടക്കം പൊട്ടി. ക്രിസ്മസ് പടക്കം പൊട്ടി. അപ്പൊ ക്രിസ്മസിന് നമ്മുടെ ന്യൂ ഇയർ അതെ റിസൊല്യൂഷൻ ആണ് മാത്തൻ ഒരു പെണ്ണിനെ ആലോചിക്കുക. അതാണ് നമ്മുടെ ന്യൂ ഇയർ റിസൊല്യൂഷൻ.
കോൺസെപ്റ്റ് ഒന്നുമില്ല, പെണ്ണ് കിട്ടുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പെണ്ണ് കിട്ടുന്നില്ല അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഒരു ഈ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ ജനറേഷൻ. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ സാധാരണ ഈ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി ഈ പറഞ്ഞ പോലെ കുറച്ച് എല്ലാ കാര്യത്തിലും ഒരു ഇതുള്ള ഒരു കപ്പാസിറ്റി. സാധാരണ ഇങ്ങനെ അങ്ങനെ നടക്കുന്ന നമുക്ക് പറ്റത്തില്ല. നമ്മള് വീട്ടില് കുറച്ച് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ നമ്മുടെ എല്ലാ ചുറ്റുപാടുകളും ഒത്തുവരുന്ന ഒരു വരണമല്ലോ. അപ്പൊ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ പ്രപ്പോസൽ നടക്കായിരിക്കും. പിന്നെ കുഴപ്പമില്ല, ഇതിനെല്ലാവരും എന്താ എവിടെയോ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ അടുത്ത ക്രിസ്മസിനുള്ള ഉറപ്പാ. അതെ, പ്രേക്ഷകർ ഏറ്റെടുക്കും. കുട്ടിക്ക് കരുനാക്കുണ്ടോ? ചെറുതായിട്ട്. ഞാൻ അതിനോട് വഴക്കുണ്ടാക്കിട്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു പെണ്ണിന്റെ ഒരു പ്രപ്പോസൽ മൂത്ത മോനെ എന്തായാലും ഇവര് കല്യാണം ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അതൊരു വല്ലാത്ത സ്റ്റോറിയായിരുന്നു. അതെങ്ങനെയായിരുന്നു ഷോണിന്റെയും പാർവതിയുടെയും ഒരു പ്രേമം തന്നെ അറിയുന്നത്? നമ്മുടെ അത് ഈ പാറുവിന്റെ അപ്പൻ എന്നെ ഫോണിൽ വിളിച്ചു ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നു. അപ്പൊ എന്നെ നീ കരുത്തില്ലല്ലോ. പുള്ളി നേരത്തെ എത്ര അരിസ്റ്റോ ഞാൻ താമസിക്കാൻ നമ്മൾ വരികയുള്ളൂ തിരുവനന്തപുരത്തേക്ക്. അതുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി ഇവിടെ വന്നേച്ച് എന്നെ അറിയിച്ചു. എന്നിട്ട് ഓടി വന്ന് വർത്താൻ വേണ്ടിയിരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ മകളും നിങ്ങളുടെ മകനും തമ്മിൽ സ്നേഹത്തിലാണ്. അത് സ്നേഹത്തിലാണെങ്കിൽ ഒന്നേ കല്യാണം ഇല്ലെങ്കിൽ വേണ്ട. കല്യാണം കഴിക്കാനാണെങ്കിൽ വേണം. അല്ല, അതിനു മുന്നേ പപ്പ അച്യുതാനന്ദ സാർ വരെ അറിഞ്ഞു, ചെറുതായിട്ട് അറിഞ്ഞായിരുന്നു. അതിനുശേഷമാണ് ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അങ്ങനെ ആണെങ്കിൽ ആലോചിക്കാം. അപ്പൊ ഷോണെ ഇവിടെ പോണ്ട. ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ ഇഷ്ടത്തിലാണ്. ഞാൻ നാളെ കെട്ടിച്ചേക്കാൻ താമസിക്കുന്നു. പിന്നെ അക്കാഡമിയില് എന്റെ സീനിയർ ആണ്. അങ്ങനെ നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറി അതെങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞൊന്നുമില്ല. ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ LLBക്ക് കയറുമ്പോൾ അദ്ദേഹം അവിടുന്ന് പാസ് ഔട്ട് ആണ്. ഞങ്ങൾ ആക്ച്വലി കോളേജിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ ലവിങ് ബേർഡ്സ് ഒന്നും അല്ലായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഈ പത്രങ്ങൾ അന്ന് കുറെ മാഗസീൻസ് ഉണ്ടായിരുന്നു, ക്രൈം പോലത്തെ കുറെ ഇങ്ങനത്തെ കുറെ മാഗസീൻസിൽ ഭയങ്കര പ്രേമമാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ രണ്ട് റിലീജിയനും കൂടെ ആകുമ്പോൾ ആൾക്കാരത് അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. ഈ മാഗസീൻസും കാരണം ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ എനിക്ക് തോന്നുന്നു വാട്സപ്പ് ഒക്കെ വരുന്നത് ഞങ്ങളുടെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ വാട്സപ്പും ഒക്കെ വരുന്നത്. അപ്പം അന്നത്തെ കാലത്ത് അത് അവര് കുറച്ച് ഇതില് ഞങ്ങള് തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ. തഗ് പറയുന്ന ഒരാളാണ് അച്ചായൻ. അച്ചായന്റെ ഇഷ്ടപ്പെട്ട തഗ് അങ്ങനെ എനിക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി തറി പറയുന്നത് അത് അടിപൊളിയായിരുന്നു. അതിഷ്ടമാണ്. പിന്നെ ഒട്ടുമിക്ക എല്ലാ തഗ്ഗുകളും എനിക്കിഷ്ടമാണ്. ഞാൻ സ്വകാര്യമായിട്ട് ആസ്വദിക്കുന്ന കാര്യങ്ങളാണ്. ആൾക്കാർക്ക് ഒരു റീതിങ്കിങ് വരും ഇടയ്ക്ക്. ഇതിനോട് അഭിപ്രായമുള്ളവർ കാണും. എതിരഭിപ്രായമുള്ള അന്ന് ഈ ACV പോയാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. മന്ത്രി ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തു, കൺഗ്രേഷൻ പറഞ്ഞു. ആരെങ്കിലും വേണ്ട ഇവരെ നന്നാക്കാൻ. ഇപ്പം എന്നാലും ഇലക്ട്രിസിറ്റി ബോർഡിൽ അത്ര നല്ല ഉദ്യോഗസ്ഥന്മാർ ഇപ്പം കിട്ടാനില്ല. അതാണ് അന്നത്തെ അവർ വൃത്തികളാണ്. ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് എനിക്ക് നല്ല അഭിപ്രായം. മിണ്ടുന്നതിനിപ്പുറം ഒരു ഓടി എത്തുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ചുറ്റും വിമർശകരുടെ കൂടി ഇരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാനിപ്പോ പാലായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ വന്ന് ഒത്തിരി അഡ്വക്കേറ്റ്സ് എൻ്റെ അടുത്ത് ചോദിക്കും, എന്തുകൊണ്ട് BJP-യിലേക്ക് മാറി, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു? അപ്പൊ നമ്മൾ സൈലന്റ് ആയിട്ട് അവരെ നോക്കി എങ്ങനെ നല്ലൊരു ചിരി അങ്ങ് ചിരിക്കുക, ഉള്ളിലുള്ള കാര്യം നമ്മള് പറയാതിരുന്നാൽ മതിയല്ലോ. അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ നമ്മള് വിമർശിക്കുന്നവരുണ്ട്, നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. യൂസ്ഡ് ആയി നമുക്ക് ആക്ച്വലി. പിണങ്ങിയിരിക്കാറൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സമാധാനിപ്പിക്കാൻ അല്ലെ അങ്ങനെ എന്ത് സ്ട്രാറ്റജിയാണ് PC എടുക്കുന്നത് ചേച്ചിയുടെ അടുത്ത്? എന്നാ വിളിക്കുന്നേ? കൊഞ്ചിച്ചെന്നാ വിളിക്കുന്നേ? അതെ അതെ അതെ, കുഞ്ഞുമോനെന്നാ വിളിക്കുന്നത്. കുഞ്ഞുമോനെ ഇങ്ങോട്ട് വിളിക്കും. മാനേന്ന് വിളിക്കും. മാനെ നമുക്കൊന്ന് വിളിപ്പിച്ചാലോ? എന്താണ് ചെറുതായിട്ടൊന്ന് വിളിക്കാന്ന്? ഈ മലയാളം ഒന്നിനും സമ്മതിക്കുന്നില്ലല്ലേ? അതെ, ഒന്ന് വിളിക്കേ. ക്രിസ്മസ് ഒക്കെയാണ്. അച്ചായന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മനോഹരമായ ഗിഫ്റ്റ് കൊടുക്കുക. എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും കൊടുക്കുക. അത് എന്തായിരിക്കും എന്ന് പറയണം. ഉമ്മ കൊടുക്കാം. ഉമ്മ കൊടുക്കാം. ഒന്നുകൂടി കൊടുക്കുന്നോ? ഒന്നുകൂടി കൊടുക്കാതെ പറയുവാ. എനിക്ക് ഉമ്മ വേണ്ട. മോൻ ആഗ്രഹമുണ്ട്.
ഇത് ബ്ലഷ് ചെയ്യുന്ന കേട്ടോ, അച്ചായ ബ്ലഷ് ചെയ്യുന്നു. അമ്മുക്കുട്ടി എന്നാ പറയുന്നത്? അമ്മുക്കുട്ടി എന്നാ ഗിഫ്റ്റ് കൊടുക്കുക? എന്ത് ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കുക അപ്പൂപ്പായിക്ക്? എല്ലാം ഇഷ്ടമാണ് സ്വീറ്റ്സ്. സ്വീറ്റ്സ്. ഒരു ഉമ്മ കൊടുത്താലോ നമുക്കിപ്പോ തൽക്കാലം? ആ കൊടുത്തോ. അത് എപ്പോഴും ഉള്ളതാ. എപ്പോഴും കൊടുക്കാറുണ്ടോ? ഉഷ ചേച്ചി അപ്പൊ ഈ വീട്ടിൽ ഉമ്മ കൊണ്ട് മടുത്തിരിക്കും. അപ്പോഴാ നിങ്ങൾ ഇനി ഇന്റർവ്യൂല് കൂടെ ഉമ്മ കൊടുക്കും. ഉമ്മക്കുട്ടൻ വന്നിട്ട് ഉമ്മ കൊടുത്തില്ലെങ്കിൽ പിണങ്ങി എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തോട്ട് വന്ന് ഇങ്ങനെ അങ്ങ് നോക്കും. അവിടെ അത് ബസ്സേ വന്ന് ഇറങ്ങിയിട്ട് ഇവൻ പോയി കൊണ്ടുവരും, ഞാൻ ഇവിടെ ഇരിക്കും. സീരിയസ് ആയിട്ട് പറഞ്ഞിരിക്കോ? ആ സീരിയസ് ആയിട്ട് വിടും. 4:30 ബസ് വരാൻ അമ്മുക്കുട്ടിയുടെ ബസ് 4:30 വരുവാണെങ്കിൽ 3 മണിയോട്ടേ ചോദിക്കും എപ്പോഴാ വരുന്നത് എപ്പോഴാ വരുന്നത് ഇവിടെ എപ്പോഴാ വന്നിരിക്കും. ഇവിടെ വന്നിരിക്കും. ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞിരിക്കും? സീരിയസ് ആ ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കും, ഇവിടെ നിന്ന് ഉമ്മ തന്നെ പോകാൻ പാടില്ല. ഉമ്മ നേരെ പോകാൻ പാടില്ല. ഒരു ദിവസം ഉമ്മ വരാതെ പോവാണെങ്കിൽ ആ കംപ്ലീറ്റ് ദിവസം വേണമെങ്കിൽ പിണങ്ങി. അല്ലെങ്കിൽ ആണോ? പിന്നെ എന്താ പിണക്കം മാറ്റാൻ കുഞ്ഞ് എന്താ ചെയ്യാ? അതൊന്നുകൂടെ വന്ന് പിന്നെ ഒരു ഉമ്മ കൊടുത്താൽ പിന്നെ പിണക്കം മാറ്റി. അങ്ങനെ മാറ്റും. ചേച്ചി എന്നാ കൊടുക്കുന്ന ഗിഫ്റ്റ്? ഞാനൊരു 5-6 ഷർട്ട് വെച്ചു. ഷർട്ട് മേടിച്ചു കൊടുക്കും. എപ്പോഴും വെള്ള കളറിൽ ഇടാറുള്ളൂ? വെള്ള തന്നെ മേടിച്ചു കൊടുക്കും. വേറെ ഏതെങ്കിലും കളർ ഇട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടോ ഉഷ ചേച്ചിക്ക്? ഇടയ്ക്ക് പണ്ട് കുറെ വർഷങ്ങൾ മുമ്പ് അങ്ങനെ കളർ ഇട്ടിട്ടുണ്ട്. വർഷമാണ് അല്ലേ? ഇഷ്ടമാണോ അത്? ഇഷ്ടമില്ല വെള്ളം തന്നെയാണ്. വെള്ള തന്നെയാണ് ഇഷ്ടം. അടുത്ത ഫ്ലവർ അത് കറുത്ത് കിട്ടാൻ ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോ ആ അത് ഞാനും ഓരാജ പോലെ രാജേട്ടനുണ്ട്, ഞാൻ കൊച്ചുമോക്ക് രണ്ടുപേരും എല്ലാം ഓർമ്മയുണ്ട്. ആ നിയമസഭയിൽ പോയത് കറുത്ത ഷർട്ട് മുണ്ടുവിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്നാ ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കാൻ പോവാ? ഞാനോ ഞാൻ കൊടുക്കുവാണെങ്കിൽ ഒരു ടീഷർട്ട് കൊടുക്കും. ടീഷർട്ട്. ടീഷർട്ടിന്റെ എപ്പോഴും ഷർട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഇങ്ങനെ എനിക്കിങ്ങനെ വടി പോലത്തെ ഷർട്ട് കൊണ്ടുവന്നിട്ട് കഞ്ഞി ഇത്ര മുക്കാത്ത നല്ല തവന്ന് കിടക്കുന്ന ഒതുങ്ങി പോലെ കിടക്കുന്ന ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ ടീഷർട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവരെല്ലാവരും ഗിഫ്റ്റ് തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചെന്ത് കൊടുക്കാം? പാറുവിന് എന്ത് കൊടുക്കും? പാറിന് ആഗ്രഹിക്കുന്നത് എന്താണോ അത് പോകും. പാറു എന്താ ആഗ്രഹിക്കുന്നേ? അങ്ങനെ ഒരു ആഗ്രഹമില്ല. ആഗ്രഹം സന്തോഷം സമാധാനം അടിപൊളിയായിട്ട് പോവാ. അടിപൊളിയായിട്ട് പോവാം. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ആഗ്രഹം ഇപ്പൊ നമ്മുടെ തന്നെ ആരെങ്കിലും ഗിഫ്റ്റിന്റെ ആരും തന്നെ കേട്ടിരുന്നെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയി ഗിഫ്റ്റ് നമ്മൾ പറഞ്ഞു. സിംപ്ലിസിറ്റി ആണ് നമ്മുടെ എല്ലാവരുടെയും മുഖമുദ്ര. മുഖമുദ്ര, അത്രേ ഉള്ളൂ. എന്നാൽ ഒരു ചെറിയ ഗിഫ്റ്റ് എന്തെങ്കിലും മേടിക്കാവുന്നതാണ്. എന്താ മേടിക്കാൻ എപ്പോഴും ഉണ്ട് നമ്മള്. എന്നേലൊക്കെ അല്ല എനിക്ക് ആ ചോദിക്കുന്നേ ഇപ്പൊ ഗോൾഡ് ഒക്കെ ആണെങ്കിലും നമ്മൾ ആരും ഇതൊക്കെ ഉപയോഗിക്കണ വളരെ കുറവാണ്. കുറവാണ്. സോ ആ. അങ്ങനത്തെ ഗിഫ്റ്റ്സ് എന്ന് ഉഷയ്ക്കാണെങ്കിൽ പറഞ്ഞാൽ എല്ലാ ക്രിസ്മസിനും എനിക്ക് മമ്മിക്ക് പുസ്തകം കുറച്ച് ഡ്രസ്സസും സാരീസും അങ്ങനത്തെ ഒക്കെ ക്രേസസ് ഉണ്ട്. ഉണ്ട്. അത് മേടിച്ചു കൊടുക്കും ഞാൻ. ഉം. പിന്നെ അമ്മക്കുട്ടിക്ക് എന്നാ നീ ചോദിക്കുന്നേ? എന്തെങ്കിലും മതി അപ്പൂപ്പയുടെ ഇഷ്ടം. അതുപോലെ കൊറിയൻ രീതിയിലുള്ള കുറെ ഗിഫ്റ്റും അതൊക്കെ മിനിസോയോ അങ്ങനത്തെ കുറെ പിള്ളേർക്കുണ്ടല്ലോ ഇപ്പം. പിന്നെ അവൻ ചൈനീസ് ഉണ്ട്, കൊറിയൻ ഉണ്ട്, ജപ്പനീസ് ഉണ്ട്, മേക്കപ്പ് അതൊന്നും ആലോചിക്കാം ചെയ്യാം. പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കാന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. വാങ്ങിച്ചു തരാം. വാങ്ങിച്ചേരാം. അവളൊക്കെ എല്ലാം പറയുന്നതല്ല അവക്കല്ല പഠിക്കും. ആ ഇപ്പൊ ഈ കൊച്ചിന് വേണ്ടിയല്ലേ 10,000 രൂപ പടക്കോ പറഞ്ഞു, മനസ്സിലായോ? ക്രിസ്മസിന്. വില കൂടി ഒന്നും പറയാനില്ല, പക്ഷെ ഇവിടെ എടുത്താ ഇനി നമ്മുടെ ഇളയ മോന് ഇളയ മോനെ അവൻ അങ്ങനെ പോലെ ആഗ്രഹിക്കും. എന്നാലൊരു ഗിഫ്റ്റ് കൊടുക്കണം. എന്ത് കൊടുക്കും? ഏതാണ് വേണ്ടേ? എന്നാണോ വേണ്ടേ? വാച്ച് വേണം. വാച്ച് ഉണ്ടോ? ഒരു വാച്ച് തന്നേരെ. ഏത് ബ്രാൻഡിന്റെ വാച്ചാണെന്ന് കൂടി പറയാം. ഏതെങ്കിലും ഒരു ടോമി ഹിൽഫിഗറോ ഒരു ടിസോട്ടോ. എനിക്ക് എന്നാ ഗിഫ്റ്റ് തരും? നിനക്ക് ഏതാ വേണ്ടേ? അല്ല എന്നാ തരും? ഞാൻ ബിരിയാണി കൊടുക്കാം. ബിരിയാണി തരാം. ആ വളരെ സന്തോഷം. ബിരിയാണി തരും. വലിയ ആഗ്രഹമായിരുന്നു. എന്തായാലും എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലോ. തരാം.